കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി അധിക നാൾ ബാക്കിയില്ല. സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുക്കാനുള്ള തർക്കത്തിന് പിന്നാലെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതിന് ശേഷമുള്ള പലവിധം തർക്കങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താണ് മുസ്ലിം ലീഗിൽ സംഭവിക്കുന്നത്? ഡീകോഡിന് ആദ്യം പരിശോധിക്കുന്നത് ഈ വിഷയമാണ്. സമഗ്രമോ ലീഗ് പട്ടിക? മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി പട്ടിക ഇന്നലെയാണ് പുറത്തുവിട്ടത്. ചർച്ചകൾക്ക് പിന്നാലെ 25 പേരടങ്ങുന്ന പട്ടികയാണ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പ്രഖ്യാപിച്ചത്. അതിന് പിന്നാലെ തന്നെ സ്ഥാനാർത്ഥികളൊക്കെ പ്രചാരണത്തിൽ സജീവമാകുകയും ചെയ്തിട്ടുണ്ട്. എന്താണ് ഇത്തവണ ലീഗിന്റെ സ്ഥാനാർത്ഥി പട്ടികയുടെ പ്രത്യേകത? നമുക്ക് പരിശോധിക്കാം. 27 സീറ്റുകൾ. കഴിഞ്ഞ തവണത്തേതുപോലെ തന്നെ ഇത്തവണയും മുസ്ലിം ലീഗ് മത്സരിക്കുന്നത് 27 സീറ്റുകളിലാണ്. സീറ്റുകൾ കൂട്ടിച്ചോദിക്കാനുള്ള സാധ്യതയൊക്കെ മുൻപ് പരിഗണിച്ചിരുന്നു. പക്ഷേ അതിലേക്കൊന്നും പോകാതെ തന്നെ UDF സീറ്റ് വിഭജന ചർച്ചകൾ ഇത്തിരി വൈകിയാണെങ്കിലും പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇതിൽ 27 സീറ്റുകളിൽ 25 ഇടത്താണ് ലീഗ് നിലവിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. 2 മണ്ഡലങ്ങൾ കോങ്ങാടും പുനലൂരും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ല. കോൺഗ്രസുമായി ഇത്തവണ വെച്ചുമാറിയ സീറ്റുകളാണ് ഇത്. പക്ഷേ പകരം ഏത് സീറ്റുകൾ നൽകുമെന്ന കാര്യത്തിൽ തീരുമാനമാകാതെ വന്നതോടെയാണ് 2 സീറ്റുകൾ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. 2 സീറ്റുകൾ ഇപ്പോൾ ഒഴിച്ചിട്ടിരിക്കുന്നത്. അതിവേഗം ഇക്കാര്യത്തിൽ ഒരു തീരുമാനമാകുമെന്നാണ് ലീഗ് നേതൃത്വവും കണക്ക് കൂട്ടുന്നത്. 2 വനിതാ സ്ഥാനാർത്ഥികൾ. ചരിത്രത്തിൽ ആദ്യമായി ലീഗ് ഇത്തവണ 2 വനിതാ സ്ഥാനാർത്ഥികളെയാണ് പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പേരാമ്പ്രയിലും കൂത്തുപറമ്പിലും. പേരാമ്പ്രയിൽ വിദ്യാർത്ഥി യുവജന രാഷ്ട്രീയത്തിലൂടെ കടന്നു വന്ന ഫാത്തിമ തഹ്ലിയാണ് സ്ഥാനാർത്ഥി. 2021 LDF കൺവീനർ TP രാമകൃഷ്ണൻ 22,000-ലധികം വോട്ടുകൾക്ക് വിജയിച്ച മണ്ഡലമാണ് പേരാമ്പ്ര. അവിടെയാണ് ഒരു യുവ നേതാവിന് ലീഗ് അവസരം നൽകിയിരിക്കുന്നത്. മറ്റൊരു മാറ്റം കൂത്തുപറമ്പിലാണ്. ഇത്തവണ ദേശീയ നേതാവായിട്ടുള്ള ജയന്തി രാജനെയാണ് ലീഗ് ദൗത്യമേൽപ്പിച്ചിരിക്കുന്നത്. കൂത്തുപറമ്പ് കണ്ണൂരിലെ ഒരു ഇടത് കോട്ടകളിലൊന്നാണ്. ശക്തമായ അടിവേരുകൾ CPM-ന് ഈ മണ്ഡലത്തിലുണ്ട്. കഴിഞ്ഞ തവണ LJDയുടെ KP മോഹനൻ 9,000-ലേറെ വോട്ടുകൾക്ക് വിജയിച്ചൊരു മണ്ഡലം കൂടിയാണ് കൂത്തുപറമ്പ്. അതിനു മുമ്പ് KK ശൈലജയായിരുന്നു കൂത്തുപറമ്പിന്റെ MLA. ഏതായാലും പാർട്ടി ഇരുവരെയും ഏൽപ്പിച്ചിരിക്കുന്നത് ഒരു വലിയ ദൗത്യമാണ്. സ്ഥാനാർത്ഥികളും വലിയ ആത്മവിശ്വാസം പങ്കുവെക്കുന്നുമുണ്ട്. പുതുമുഖങ്ങളും യുവനേതാക്കളും. ഇത്തവണ പുതുമുഖങ്ങളെയും യുവനേതാക്കളെയും ഒക്കെ തന്നെ ഒരുപോലെ പരിഗണിച്ചിട്ടുണ്ട് എന്നാണ് നേതൃത്വം നമ്മളോട് പറയുന്നത്. PK നവാസ്, ഫൈസൽ ബാബു, TP അഷ്റഫ്, PK ഫിറോസ് എന്നിവരാണ് പട്ടികയിലെ യുവ നേതാക്കൾ. PK ഫിറോസ് ഇത് 2ാം തവണയാണ് മത്സരിക്കുന്നത്. ഒപ്പം മായിൻ ഹജി, PMA സമീർ, അബ്ദുൽ കരീം ചേലേരി, CK കാസിം എന്നിവരാണ് ഇത്തവണത്തെ ലീഗിന്റെ മറ്റ് പുതിയ സ്ഥാനാർത്ഥികളായിട്ടുള്ളത്. കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്തേക്ക്. പട്ടികയിലെ വലിയ മാറ്റങ്ങളിൽ ഒന്നായിരുന്നു ഇത്. നേരത്തെ പ്രതീക്ഷിച്ചത് തന്നെയായിരുന്നു കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്തേക്ക് മടങ്ങുന്നു. 1982 ആദ്യമായി കുഞ്ഞാലിക്കുട്ടി മത്സരിക്കുന്നത് ഇതേ മണ്ഡലത്തിൽ നിന്നാണ്. 87-ലും ഇവിടെ മത്സരിച്ച് വിജയിക്കുകയും ചെയ്തു. പിന്നീട് മലപ്പുറത്തിന്റെ ലോക്സഭാ അംഗമായിട്ടൊക്കെ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുമുണ്ട്. താൻ തുടങ്ങിയത് മലപ്പുറത്ത് നിന്നാണ്, അതുകൊണ്ട് അവിടെ തന്നെ മത്സരിക്കണമെന്ന് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇങ്ങനെയൊരു മാറ്റം വന്നിരിക്കുന്നത്. ഒപ്പം തന്നെ വേങ്ങരയിലേക്ക് KM ഷാജിക്ക് ടിക്കറ്റ് ലഭിക്കുകയും ചെയ്തിരിക്കുന്നു. നമുക്കറിയാം KM ഷാജിയുടെ കാര്യം. കഴിഞ്ഞ തവണ അഴീക്കോട് മണ്ഡലത്തിലാണ് KM ഷാജി മത്സരിച്ചത്. കണ്ണൂർ ജില്ലയിൽ അവിടെ KV സുമേഷിനോട് പരാജയപ്പെട്ടു പോവുകയായിരുന്നു. അതിനു മുമ്പ് 2016 പോകുമ്പോൾ അവിടെ MV നികേഷ് കുമാറിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് അഴീക്കോട് മണ്ഡലത്തിൽ KM ഷാജി ആ മണ്ഡലം പിടിച്ചെടുക്കുകയായിരുന്നു. അതിന് പിന്നാലെ 2ാം തവണയും അഴീക്കോട് തന്നെ KM ഷാജിക്ക് അവസരം നൽകി. പക്ഷേ അവിടെ KV സുമേഷിനോട് പരാജയപ്പെട്ടു പോവുകയായിരുന്നു. എതിർ ശബ്ദങ്ങളാണ് ഇപ്പോൾ വലിയ തിരിച്ചടിയാകാൻ സാധ്യതയുണ്ടെന്ന ചോദ്യം. സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് പിന്നാലെ തന്നെ പല കോണുകളിൽ നിന്നും എതിർ ശബ്ദങ്ങൾ ഉയർന്നു വരുന്നുണ്ട് എന്നുള്ളതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് വനിതാ ലീഗാണ്. സ്ഥാനാർത്ഥി നിർണയത്തിലെ അതിർത്തി ചർച്ച ചെയ്യാൻ വനിതാ ലീഗ് സംസ്ഥാന സമിതി ഓൺലൈനായിട്ട് തന്നെ ഒരു യോഗം ചേർന്നിരുന്നു. വനിതാ ലീഗ് നേതാക്കൾ സീറ്റ് നൽകാത്തതിലെ പ്രതിഷേധം അവർ ഈ യോഗത്തിൽ അറിയിക്കുകയും ചെയ്തിരുന്നു. ഒപ്പം വിമത സ്ഥാനാർത്ഥിയെ നിർത്തണമെന്ന അടക്കമുള്ള ആവശ്യങ്ങൾ ഈ യോഗത്തിൽ ഉയരുകയും ചെയ്തിരുന്നു. പക്ഷെ അങ്ങനെയുള്ളൊരു കാര്യത്തിലേക്കൊന്നും ഇപ്പോൾ കടന്നിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ഒപ്പം തന്നെ നൂർബിന റഷീദൊക്കെ ഇന്നലെ തന്നെ വലിയ വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു. അതായത് ഫാത്തിമ തഹ്ലിയും ജയന്തി രാജനും ഒക്കെ വനിതാ ലീഗിന്റെ മുഖമല്ല, തഹ്ലിയക്കൊക്കെ എന്താണ് യോഗ്യത എന്നൊക്കെയുള്ള ചോദ്യങ്ങളായിരുന്നു അവർ ഉയർത്തിയിരുന്നത്. ജലീലിന് പിന്നാലെ രണ്ടത്താണിയും. അബ്ദുറഹ്മാൻ രണ്ടത്താണിയാണ് ഇപ്പോൾ ലീഗിന് മുന്നിലുള്ള മറ്റൊരു വലിയ വെല്ലുവിളി. നമുക്കറിയാം അബ്ദുറഹ്മാൻ രണ്ടത്താണി എന്ന് പറയുന്നത് ലീഗിന്റെ പ്രധാനപ്പെട്ട മുഖമായിരുന്നു. 2 തവണ MLA ആയിരുന്ന വ്യക്തിയാണ്. ചാനൽ ചർച്ചകളിലൊക്കെ ലീഗിന്റെ നിലപാടുകൾ വളരെ ഷാർപ്പായി മുന്നോട്ട് വെക്കുന്ന ഒരാളായിരുന്നു. അങ്ങനെ ഒരു മൂർച്ചയുള്ള നിലപാട് രണ്ടത്താണി ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചിരുന്നു. അതാണ് ഇപ്പോൾ ലീഗിന് വലിയ തലവേദനയായി മാറിയിരിക്കുന്നത്. തിരൂരങ്ങാടിയിലെ PMA സമീറിന്റെ സ്ഥാനാർത്ഥിത്വമാണ് രണ്ടത്താണി ചോദ്യം ചെയ്യുന്നത്. അതിന് പിന്നാലെ LDF നേതൃത്വം രണ്ടത്താണിയുമായി ചർച്ച നടത്തുന്നു.
CPIയുടെ സീറ്റ് CPM ഏറ്റെടുത്ത് രണ്ടത്താണിക്ക് നൽകാനുള്ള ശ്രമങ്ങളാണ് പുരോഗമിക്കുന്നത്. മാധ്യമങ്ങളോട് അദ്ദേഹം പ്രതികരിക്കുന്നത് നോ കമന്റ്സ് എന്നൊക്കെയാണ്. പക്ഷെ അപ്പോഴും ഈ വാർത്തകൾ അദ്ദേഹം നിഷേധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും പുറത്തു പുതിയ അപ്ഡേറ്റ് എന്ന് പറയുന്നത് ലീഗിന്റെ വ്യവസായികളുടെ കൂട്ടായ്മയുണ്ട്, അതിൽ നിന്നും രണ്ടത്താണിയെ പുറത്താക്കിയിരിക്കുന്നു എന്ന വാർത്ത കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുമുണ്ട്. യെസ്, രണ്ടത്താണിയെ ലീഗ് കൈവിട്ടോ എന്നുള്ളതാണ്. വാർത്തകൾക്ക് പിന്നാലെ തന്നെ പ്രാദേശിക ലീഗ് നേതാക്കൾ രണ്ടത്താണിയുടെ വീട്ടിലെത്തി ചർച്ച നടത്തിയിരുന്നു. പക്ഷെ അപ്പോഴും സാദിഖ് അലി തങ്ങളോ കുഞ്ഞാലിക്കുട്ടി അങ്ങനെയുള്ള മുതിർന്ന നേതാക്കൾ ആരും തന്നെ ഇതിൽ ഇടപെട്ടിട്ടില്ല എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. അതായത് രണ്ടത്താണി പോകുന്നെങ്കിൽ പോകട്ടെ എന്നൊരു നിലപാട് ലീഗ് നേതൃത്വത്തിനുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. യെസ്, രണ്ടത്താണിയെ കൊണ്ടുവരുന്നതിലൂടെ LDFന് എന്താണ് നേട്ടം? ഒരു ലീഗ് നേതാവ് തന്നെ LDFന് വേണ്ടി മത്സരിക്കുമ്പോൾ തിരൂരങ്ങാടിയിലെ മത്സരം ഒരു പടി കൂടി കടുക്കും എന്ന് നമുക്ക് പറയേണ്ടി വരും. പക്ഷേ തിരൂരങ്ങാടിയിലെ സ്ഥിതി അനുസരിച്ച് 4 പഞ്ചായത്തുകളും 2 നഗരസഭകളുമുണ്ട്. അതിൽ സർവാധിപത്യം ഈ എല്ലാ സ്ഥലത്തും UDF ആണ് ഭരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സ്വാഭാവികമായും ലീഗിന്റെ നിലവിലെ സ്ഥാനാർത്ഥിയോട് അതൃപ്തിയുള്ള ആളുകൾ ഈ മണ്ഡലത്തിലുണ്ടാകാം. പരിചിതമല്ലാത്ത മുഖം എന്ന വിമർശനം ഇതിനിടെ തന്നെ പല കോണുകളിൽ നിന്നും ഉയർന്നു കഴിഞ്ഞിട്ടുമുണ്ട്. അതോടൊപ്പം തന്നെ അബ്ദുറഹ്മാൻ രണ്ടത്താണിയോട് താല്പര്യമുള്ള പ്രവർത്തകരും ഈ മണ്ഡലത്തിൽ ഉണ്ടാകാം. ഇതൊക്കെ LDFന് അനുകൂല ഘടകങ്ങളായി മാറുകയും ചെയ്യും എന്നുള്ളതാണ്. അങ്ങനെ ലീഗിന് സർവാധിപത്യമുള്ള ഒരു മണ്ഡലത്തിൽ മത്സരം കടുപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് LDF ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ഇനി ലീഗിൽ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് മുഹമ്മദ് അസ്ലം വിശദീകരിക്കും. മുസ്ലിം ലീഗ് മത്സരിക്കുന്ന 27 മണ്ഡലങ്ങളിൽ 25 പേരുടെ പട്ടികയാണ് ഇന്നലെ പുറത്തുവിട്ടത്. ഈ പട്ടിക വളരെ സമഗ്രമായ അല്ലെങ്കിൽ വ്യത്യസ്ത വിഭാഗങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പട്ടികയാണെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. കാരണം നിലവിൽ PK കുഞ്ഞാലിക്കുട്ടിയെ പോലുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ, മുതിർന്ന നേതാക്കൾ ഒരു വശത്തുണ്ട്. അതോടൊപ്പം തന്നെ പൊതുമുഖങ്ങൾ വലിയ തോതിൽ നേരത്തെയുള്ള PK ഫിറോസിനെ കൂടാതെ 3 പ്രധാനപ്പെട്ട യുവജന നേതാക്കൾ PK നവാസ്, TP അഷ്റഫ് അലി, അതോടൊപ്പം തന്നെ ഫൈസൽ ബാബു തുടങ്ങിയ നേതാക്കൾ, 2 വനിതകൾ, ചരിത്രത്തിൽ ആദ്യമായി ലീഗിൽ 2 വനിതകൾ, ജയന്തി രാജൻ, അതോടൊപ്പം തന്നെ ഫാത്തിമ തഹ്ലിയ. പിന്നെ ഇത് കൂടാതെ തന്നെ ഒരു 5 പൊതുമുഖങ്ങൾ, അങ്ങനെ ഒരു 9 പേര് ആകെ പുതുമുഖങ്ങളുള്ള രീതിയിലാണ് ഇതിൻ്റെ ഒരു ക്രമീകരണം. അതായത് മുതിർന്ന ആൾക്കാരും പരിചയസമ്പന്നരും പുതുമുഖങ്ങളും ചേർന്ന് നിൽക്കുന്ന ഒരു പട്ടികയാണ് ലീഗ് പുറത്തുവിടുന്നത്. ലീഗിനെ സംബന്ധിച്ചോളം മലപ്പുറം കോഴിക്കോട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളാണ് ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് റേറ്റുള്ള സ്ഥലങ്ങൾ. ആ സ്ഥലങ്ങളിൽ തന്നെയാണ് പ്രധാനപ്പെട്ട യുവ നേതാക്കളെ കൂടി ഇറക്കിയിരിക്കുന്നത് എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. കാരണം അത് കൊണ്ടോട്ടിയിൽ TP അഷ്റഫ് അല്ലെങ്കിൽ നൽകിയാണെങ്കിലും സൗത്തിൽ ഫൈസൽ ബാബു ആണെങ്കിൽ പോലും, അല്ലെങ്കിൽ PK നവാസിന് താനൂർ നൽകിയതാണെങ്കിൽ തന്നെയും വിജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ തന്നെയാണ്, ശരിക്കും തിരിച്ചു പിടിക്കുകയാണെങ്കിൽ പോലും വിജയ സാധ്യതയുള്ള മണ്ഡലങ്ങളിലേക്ക് തന്നെയാണ് യുവങ്ങളെ നേരത്തെ ഇറക്കിയിട്ടുള്ളത്. ഇതിൽ ചില വിമർശനങ്ങൾ ഉയർന്നിരിക്കുന്നത് വനിതാ ലീഗുമായി ബന്ധപ്പെട്ടാണ്. അതൊരു പക്ഷേ വനിതാ ലീഗിൻ്റെ സംഘടനാ തലത്തിലൊരു വിമർശനം ശരിയാണെങ്കിൽ പോലും അതിനെ പൂർണ്ണമായി ആ വിമർശനത്തിനെ പൂർണ്ണമായി അംഗീകരിക്കാൻ കഴിയുന്ന അവസ്ഥയില്ല. കാരണം ജയന്തി രാജൻ എന്ന് പറയുന്നവർ വനിതാ ലീഗിൻ്റെ ഭാഗമായി വന്ന് ലീഗിൻ്റെ ദേശീയ വൈസ് പ്രസിഡന്റ് അയാളാണ്. അതുകൊണ്ട് തന്നെ വനിതാ ലീഗിൻ്റെ റെപ്രസെൻറ്റേഷൻ തന്നെ അത് കാണേണ്ടി വരും. പിന്നെ ഒരു പുതുമുഖം എന്ന് പറയുന്നത് ഫാത്തിമ തഹ്ലിയ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മറ്റും ഉണ്ടാക്കിയ ഒരു ജനപ്രീതി എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഒരു പുതിയ തലമുറയുടെ ആളെ കൂടി കൊണ്ടുവരണമെന്നുള്ള സാദിഖ് അലി തങ്ങളുടെ അല്ലെങ്കിൽ മുസ്ലിം ലീഗ് നേതൃത്വത്തിൻ്റെ ഒരു തീരുമാനത്തിൻ്റെ ഭാഗമാണ് അവർ വരുന്നത്. അതൊക്കെ ഒരുപക്ഷെ പിന്നെ ഈ ഒരു ലിസ്റ്റിന്, ഈ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് ഒരു മെച്ചം ഊർജ്ജം നൽകുന്നതാണ് എന്ന് തന്നെയാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. ഒരു കൃത്യമായ വിമർശനം ഉയർന്നത് തിരുവങ്ങാടിയിലെ സ്ഥാനാർത്ഥിയായ PMA സമീറിനെതിരെയാണ്. ഒരുപക്ഷെ ഇന്ന് പിന്നെ ലീഗുമായി ഇടഞ്ഞു നിൽക്കുന്ന അബ്ദുറഹ്മാൻ രണ്ടത്താണി ഉൾപ്പെടെ ഉന്നയിച്ചത് ആ വിഷയമാണ്. അതായത് അങ്ങനെയാണ് മുഹമ്മദ് അസ്ലമാണ് വിവരങ്ങൾ നൽകിയത്. ഇനി രണ്ടത്താണിയുടെ അതിർത്തി എങ്ങനെയാണ് മണ്ഡലത്തിൽ പ്രതിഫലിക്കാൻ പോകുന്നത്? അത് ജംഷീർ കൊടിഞ്ഞു വിശദീകരിക്കും. മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെയാണ് അബ്ദുറഹ്മാൻ രണ്ടത്താണി ആദ്യമായി ഫേസ്ബുക്കിൽ ഒരു പ്രതിഷേധക്കുറിപ്പ് ഇടുന്നത്. അതായത് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ഉള്ളറിഞ്ഞ നേതാവായിരുന്നു. അദ്ദേഹം പാർട്ടിക്ക് വേണ്ടി അഹോരാത്രം പരിശ്രമിക്കുന്നവരെ അംഗീകരിക്കുന്ന നേതാവായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സാദിഖ് അലി തങ്ങൾ പ്രഖ്യാപിച്ച ആ ലിസ്റ്റിനെതിരെയായിരുന്നു അദ്ദേഹത്തിന്റെ ഒളിയമ്പ്. ആ സാദിഖ് അലി തങ്ങൾക്കെതിരെയായിരുന്നു പരോക്ഷമായിട്ടുള്ള ആദ്യത്തെ വിമർശനം. എന്നാൽ പിന്നീട് അദ്ദേഹം ആ ഫേസ്ബുക്ക് കുറിപ്പ് പിൻവലിക്കുകയായിരുന്നു. എന്നാൽ അതിന് തൊട്ടു പിറകെയാണ് ഇപ്പോൾ തിരൂരങ്ങാടിയിലെ സ്ഥാനാർത്ഥിയായിട്ടുള്ള സമീറിനെതിരെ ഇത്തരത്തിൽ വിമർശനം ഉന്നയിച്ചുകൊണ്ട് ഒരു
ഒരു കുറിപ്പ് ഇട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ആ കുറിപ്പ് ഇപ്പോഴും മാറ്റാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. PMA സമീറിനെതിരെയാണ്. അത് മാത്രമല്ല, തങ്ങന്മാരെ വശീകരിച്ച് ചില നേതാക്കന്മാർ നടത്തിയ ശ്രമമാണ് ഈ PMA സമീറിന്റെ തിരൂരങ്ങാടിലെ സ്ഥാനാർത്ഥിത്വം. എന്ന് വെച്ചാൽ PK കുഞ്ഞാലിക്കുട്ടിക്ക് എതിരെയുള്ള ഒളിയമ്പുമായാണ് അബ്ദുറഹ്മാൻ രണ്ടത്താണി ഇത്തരത്തിലുള്ള ആ പരാമർശം നടത്തിയിരിക്കുന്നത്. PK കുഞ്ഞാലിക്കുട്ടിയുടെ ബിനാമിയായാണ് PMA സമീറിനെ തിരൂരങ്ങാടിയിൽ സ്ഥാനാർത്ഥിയാക്കിയതെന്ന ആക്ഷേപങ്ങൾ ഉയരുന്നതിനിടെയാണ് ഇത്തരത്തിലുള്ള ഒരു ആക്ഷേപം അല്ലെങ്കിൽ ഫേസ്ബുക്ക് കുറിപ്പ് അബ്ദുറഹ്മാൻ രണ്ടത്താണി തന്റെ ഫേസ്ബുക്ക് പേജിലൂടെ പങ്കുവച്ചിരിക്കുന്നത്. ഇതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ CPM നേതൃത്വം അദ്ദേഹത്തെ സമീപിച്ചിരിക്കുന്നത്. മത്സരിക്കാൻ സന്നദ്ധത ആണ് അല്ലെങ്കിൽ മത്സരിപ്പിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ടാണ് CPM നേതൃത്വം അദ്ദേഹത്തെ സമീപിച്ചത്. ഏത് സീറ്റിൽ വേണമെങ്കിലും മത്സരിക്കാമെന്ന് CPM നേതൃത്വം അദ്ദേഹത്തെ അറിയിക്കുകയും CPM നേതൃത്വവുമായി അദ്ദേഹം കൂടിയാലോചനകൾ നടത്തുകയും ചെയ്തു. അങ്ങനെയാണ് അദ്ദേഹം ഇനി തിരൂരങ്ങാടി സീറ്റ് വേണമെന്നുള്ള ആവശ്യം അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അങ്ങനെ തിരൂരങ്ങാടി സീറ്റിൽ മത്സരിപ്പിക്കാനുള്ള ഒരു ശ്രമത്തിലേക്ക് CPM നേതൃത്വം ഇപ്പോൾ കടന്നിരിക്കുന്നു എന്നുള്ളതാണ്. CPIയുടെ സീറ്റാണ് തിരൂരങ്ങാടി. ആ CPIയുമായി CPM ജില്ലാ നേതൃത്വം സംസാരിക്കുകയും ആ സീറ്റ് അബ്ദുറഹ്മാൻ രണ്ടത്താണിക്ക് നൽകാമെന്നുള്ള ഒരു ധാരണയിലേക്കും എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് സീറ്റ് ലഭിക്കാത്തതുമായി ബന്ധപ്പെട്ടുള്ള വിഷയമാണ് അദ്ദേഹത്തിന്റെ പ്രതിഷേധമായി മാറിയത്. ഇത്തരത്തിലുള്ള പ്രതിഷേധം ഉയരുമ്പോൾ അദ്ദേഹത്തെ പാർട്ടി അന്വയിപ്പിച്ച് കൂടെ നിർത്തുമെന്നുള്ളതായിരിക്കാം ഒരു പക്ഷേ അദ്ദേഹം കരുതിയിട്ടുണ്ടാവുക എന്നുള്ളതാണ്. പക്ഷേ അപ്പോഴേക്കും CPM നേതൃത്വം ഇതിനകത്ത് ഇടപെടുകയും അദ്ദേഹത്തിന് ഓഫർ നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഏതായാലും കാര്യങ്ങൾ ഇത്രയേറെ മുന്നോട്ട് പോകുന്ന ഒരു പശ്ചാത്തലത്തിൽ ആദ്യം ഇട്ടിരുന്ന പോസ്റ്റ് അദ്ദേഹം പിൻവലിക്കാൻ തയ്യാറായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇട്ടിരിക്കുന്ന പോസ്റ്റ് അദ്ദേഹം പിൻവലിക്കാൻ തയ്യാറായിട്ടില്ല. കുഞ്ഞാലിക്കുട്ടിക്കെതിരെയും PMA സമീറിനെതിരെയുമുള്ള ആ പോസ്റ്റ് അതുപോലെ തന്നെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഒരു അനുനയ നീക്കത്തിലേക്ക് പോകണ്ട എന്നൊരു തീരുമാനത്തിലേക്കാണ് മുസ്ലിം ലീഗ് നേതൃത്വം എത്തിയിരിക്കുന്നത്. ആദ്യഘട്ടത്തിലൊക്കെ ചില ശ്രമങ്ങൾ നടത്തിയിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്, ഫോണിലും മറ്റുമൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട്. പക്ഷേ അദ്ദേഹം ആ അനുനയ നീക്കത്തിന് അനുകൂല സമീപനം സ്വീകരിക്കാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. എവിടെയെങ്കിലും ഒരു സീറ്റ് വേണമെന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന് ആവശ്യം. പക്ഷേ അത് പരിഗണിച്ചില്ല. അതുകൊണ്ട് തന്നെ അനുനയ നീക്കത്തിന് അദ്ദേഹം ശ്രമിച്ചില്ല, അല്ലെങ്കിൽ അതിന് അനുകൂലമായ സമീപനം സ്വീകരിച്ചില്ല. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ പാർട്ടി എടുക്കുന്ന ഒരു തീരുമാനം അദ്ദേഹത്തെ അന്വയിപ്പിക്കാൻ അല്ലെങ്കിൽ അദ്ദേഹം അന്വയിപ്പിക്കാനുള്ള ശ്രമം വേണ്ട എന്നുള്ളൊരു തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ പാർട്ടി എത്തിയിരിക്കുന്നത്. എന്നാൽ CPM അദ്ദേഹത്തെ കൂടെ കൂട്ടാമെന്നുള്ളൊരു നിഗമനത്തിലേക്കും എത്തിയിരിക്കുന്നു. അങ്ങനെ LDFന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി തിരൂരങ്ങാടിയിൽ ഒരുപക്ഷെ അബ്ദുറഹ്മാൻ രണ്ടത്താണി വരും എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. PMA സമീർ UDFന്റെ PMA സമീറിനെതിരെ അബ്ദുറഹ്മാൻ രണ്ടത്താണി LDFന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി തിരൂരങ്ങാടിയിൽ വരും. അങ്ങനെയാണ്. അത് രണ്ടത്താണിയുടെ വരവ് അത് മണ്ഡലത്തിൽ എങ്ങനെ സ്വാധീനിക്കും എന്നുള്ളതാണ് ജംഷീർ കൊടുങ്ങി വിവരിച്ചത്. ഇനി